ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നലത്തെ വായന കൊണ്ട് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം വായിച്ചു തീർന്നിരുന്നു. ഇന്നു മുതൽ നമ്മൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാണ് നാം വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവുമുള്ള ഈ വായന കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗമല്ല വായിക്കുന്നത്, നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ തുടർച്ചയായിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസത്തെയും ഈ വായനയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വായന നമുക്ക് തുടങ്ങാം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന് ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറൂസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരയിൽ തോൾപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനു പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.